ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് പൊന്നാങ്കണ്ണി ചീരയൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മഴ 2 ദിവസമായിട്ട് മഴയും കിട്ടിയപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടാം കേട്ടോ. പൊന്നാങ്കണ്ണി ചീര ഇതിങ്ങനെ കൊറിയർ ചാർജുമായിട്ട് 170 രൂപ ആണ്. ഈ ഒരു ചട്ടിയിലുള്ള പൊന്നാങ്കണ്ണി ചീരയ്ക്ക് 170 രൂപയായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. 70 രൂപ അതിൻ്റെ ചാർജാണ് കേട്ടോ. നമ്മുടെ അവിടെ കൊടുക്കുന്നിടത്തുള്ളതാണ് ചാർജ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിലൊക്കെ പൊന്നാങ്കണ്ണി ചീര വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ നട്ട താമരയും കൂടി ഉണ്ടാവും കേട്ടോ. എങ്ങനെ പറയുന്നത്, ഞാൻ നട്ട എന്താ പറയുക, പയറ്, അതുപോലെ കുമ്പളങ്ങ, മത്തൻ, ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല മഴ പെയ്തപ്പോൾ എന്താണെന്നറിയോ, നല്ല തളിർത്ത് വന്ന് പെട്ടെന്ന് വളർന്നു. അതിലിപ്പോൾ ഇന്നൊക്കെ നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് വാടി പോകുന്നുണ്ട്. അതുപോലെ വെണ്ട, ചീര, അതിൻ്റെ ഉള്ളിൽ ചീര ഉണ്ട്, ചുവന്ന ചീര ഉണ്ട്, പിന്നെ പച്ചച്ചീര, വെണ്ട, അങ്ങനെ കുറച്ച്. പിന്നെ ഇവിടെ ഇതുപോലെ അത് കുക്കുംബറുണ്ട്, പയറുണ്ട്. എനിക്കറിയില്ല, വിത്ത് ഒറ്റ മോശമായതുകൊണ്ട് വിത്തുകൾ അധികമൊന്നും മുളച്ചിട്ടുണ്ടായിരുന്നില്ല നട്ടപ്പോൾ. പിന്നെ വെള്ളരി ഉണ്ട്. അപ്പോൾ ഇത്ര ദിവസം കൊണ്ട് പിന്നെ ഇത് ഞാൻ ആര്യവേപ്പ് എന്ന് പറയുന്നത് ഇട്ടത് കീടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എൻ്റെ ഒരു ടെസ്റ്റാണ് കേട്ടോ. ആര്യവേപ്പ് നല്ല ഒരു കുത്തുമണൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ചാഴികളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കട്ടെ. അപ്പോൾ എത്രയേ ഉള്ളൂ. എൻ്റെ തൈകളൊക്കെ അതാ, ചീര നന്നായിട്ടുണ്ട്. ചീര ഇതിൻ്റെ ഉള്ളിൽ തന്നെ പൊന്നാങ്കണ്ണി ചീര ഞാൻ നട്ടിട്ടുണ്ട്. അതും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീരയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പിന്നെ ഇതിൻ്റെയൊക്കെ വേസ്റ്റുകൾ ഇതിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ടതാട്ടോ. മഴ പെയ്തപ്പോൾ വേഗം ചീഞ്ഞതിൽ സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉള്ളിയുടെ തോല് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പച്ചക്കറി വേസ്റ്റിൻ്റെ വളം ഉണ്ടാക്കുന്നുണ്ട്. അത് പാരാനായിട്ടില്ല. ഞാൻ ഓൾറെഡി ഇതിൽ പച്ചക്കറിയുടെ വേസ്റ്റും എല്ലാം കൂട്ടി കലർത്തിയ മണ്ണാണ്. അതുപോലെ ചാണകപ്പൊടി, ആട്ടിൻകാഷ്ടം, ചകിരിച്ചോറ്, പിന്നെ മരത്തിൻ്റെ പൊടി, ഇതെല്ലാം കൂട്ടി ഇതാക്കി വെച്ചിട്ട് 1 മാസത്തോളം നിന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇതിൽ ഞാൻ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് വളങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ മഴ പെയ്യുന്നതിന് മുന്നേയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു വളം ഇപ്പോൾ ഒന്നും ഇട്ട് കൊടുക്കണ്ട, ഞാൻ അതിൽ മണ്ണിൽ തന്നെ ഓൾറെഡി ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ കുറ്റി അമരയാണത്. ഇനി ഇത് മഴ പെയ്തിട്ടാണ് നിലത്തേക്ക് നടാൻ. അതുവരെ അപ്പോൾ ഈ ചെറിയൊരു കവറിൽ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും കമൻറ്റൊക്കെ തരണേ. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.